ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നൊന്നും പറയാനുള്ള എനർജി എനിക്കില്ല. 2 ദിവസമായിട്ട് വിഷു പോലും ആഘോഷിക്കാണ്ട് ഞാൻ കട്ടിലിൽ ഒറ്റ കിടപ്പായിരുന്നു. ഇന്നാണ് ഞാനൊന്ന് പൊങ്ങി ജസ്റ്റ് ഒന്ന് കുളിച്ച് സെറ്റായത്. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആവാം. സോ ചില ആളുകൾക്കെങ്കിലും എന്നെ അറിയായിരിക്കും, ഈ സോഷ്യൽ മീഡിയയിലും കുറച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം ഇൻ്റർവ്യൂസൊക്കെ എടുക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പേര് സൂര്യ സുചി. സോ ദിസ് വിൽ ബി മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ, എൻ്റെ പേഴ്സണലായിട്ടുള്ള യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ ടോണറാണ് കേട്ടോ അടിച്ചത്. വളരെ റീസെൻ്റായിട്ടാണ് എങ്ങനെ സ്കിൻ കെയർ ചെയ്യണമെന്നും എങ്ങനെ മേക്കപ്പ് ചെയ്യണമെന്നും ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. തെറ്റാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു തരണം. അപ്പോൾ 26 വയസ്സായി. എനിക്ക് 26 വയസ്സേ ആയുള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പോഴും ചില ആൾക്കാർ എന്നെ ചേച്ചി ചേച്ചി ആൻറ്റി ആൻറ്റി എന്നൊക്കെ വിളിക്കും. അപ്പോൾ 26 വയസ്സായിട്ടും ഒരു മിനിറ്റ് ഫാൻ ഓഫ് ആക്കിയിട്ട് വരാം. 26 വയസ്സായിട്ടും എനിക്കെൻ്റെ ഐ ഹാവൻ സ്റ്റിൽ ഫിഗേർഡ് ഔട്ട് മൈ ലൈഫ്. ടീച്ചർ കാണുകയാണ് പറയും സൂര്യ ഗ്രാമർ പോലും അറിയില്ല എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് എന്തിനു ജീവിക്കുന്നോ, എങ്ങനെ ജീവിക്കുന്നോ, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ ഞാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടാവും, യെസ് ഇത് ചെയ്യണമെന്ന്. പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് ഒന്നും അറിയാൻ പാടില്ല, എന്താ ചെയ്യണ്ടേ, എന്തിനാ ചെയ്യണ്ടേ. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ മോയ്സ്ചറൈസർ കേട്ടോ, ഇത് എന്നെപ്പോലത്തെ ഞാൻ അബദ്ധമായിപ്പോയി. കാരണം ഇതിലൂടെ എടുക്കുമ്പോൾ കിട്ടുന്നില്ല. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കണം. എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നെ പോലെ തന്നെ. അപ്പോൾ എന്താ പറഞ്ഞത്, ഇപ്പം ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ലൈഫ് ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. എനിക്ക് എന്ത് വേണമെന്നോ, എൻ്റെ ആഗ്രഹങ്ങൾ കുറച്ചൊക്കെ ഇപ്പം എനിക്കറിയാം. പക്ഷേ എൻ്റെ ആംബിഷൻ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ക്യൂട്ടായി ഹോട്ടായി പിക്കുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ട് ഓ ലൈഫ് ഭയങ്കര സെറ്റിൽഡാണ്, അടിപൊളിയാണെന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല. എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാത്തിനെക്കുറിച്ചും സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്. ഇപ്പോൾ അമേരിക്കയും ഇറാനും എക്സാമ്പിൾ പറയുകയാണ്, എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ട്. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ വാഴ എന്തിന് വെട്ടിയെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് ഒപ്പീനിയൻ ഉണ്ട്. പക്ഷേ ഇമോഷണൽ ബാഗേജ് ഡാമേജ് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ഒരു ചാനലായിരിക്കും. ഇപ്പോൾ രാത്രിയാണ്, സമയം 11 മണിയായി. ഞാൻ മിക്കവാറും നാളെ ആയിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി 9 മണിക്ക് നാളെ രാത്രി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് സമയം 9 മണി ആയിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങി എണീറ്റ് കുളിച്ച് ഇതായതേ ഉള്ളൂ. അപ്പോൾ എന്നെ തന്നെ എനിക്ക് കണ്ണാടിയിൽ കണ്ടിട്ട് എന്തോ പോലെ. അപ്പോൾ ഞാൻ ഒന്ന് അണിഞ്ഞൊരുങ്ങി ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട്, അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് നമ്മൾ പുറത്തു പോകുന്നില്ല. എൻ്റെ ലിപ്സ് ഭയങ്കര ഡാർക്കാണ്. കുറേ പെൺപിള്ളേർ എൻ്റെ അടുത്ത് പറയാറുണ്ട് എൻ്റെ ലിപ്സ്, അതായത് അവരുടെ ലിപ്സ് ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ട്. എൻ്റെ ലിപ്സ് ഭയങ്കര ഡാർക്കാണ്. അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മ ചോദിക്കും സൂര്യ എന്താണ് സിഗരറ്റ് വലിക്കുന്നുണ്ടോ, ഇതും ചുണ്ടൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല, അത് ജെനറ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. നമ്മൾ പുറത്തൊന്നും പോകാത്തത് കൊണ്ട് നമുക്ക് ഈ ഫൗണ്ടേഷൻ അങ്ങനത്തെ ഇതിൻ്റെ ഒന്നും കാര്യം ഇല്ല. ഇപ്പോൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു 3-in-1 ഫൗണ്ടേഷൻ എടുക്കാം. ഫേസസ് കാനഡൻ്റെ ഇത് ടിൻറ്റഡ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് ഒരു ഫൗണ്ടേഷൻ ഇട്ട ഫീൽ തന്നെയാണ് വരിക. നമുക്ക് ഇത്തിരി എടുക്കാം, കാരണം ഇതിനൊക്കെ ഭയങ്കര പൈസയാണ്. ഈ രാത്രി അണിഞ്ഞൊരുങ്ങാൽ ഒരു ഹാപ്പിനെസ് ആണെങ്കിലും അടുത്ത മാസം ഞാൻ തന്നെ ഇരുന്ന് മോങ്ങേണ്ടി വരും. അപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഒരു കണ്ണാടി, ഞാൻ ഈ കണ്ണാടിയിൽ നോക്കി ബ്ലെൻഡ് ചെയ്യാണ്. അപ്പോൾ ജീവിതം 26 വയസ്സിലെത്തി നിൽക്കുമ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സിംഗിൾ ചൈൽഡ് ആയതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ പാരൻസിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല, അവർ ആദ്യമായിട്ട് പാരൻസ് ആവുന്നതാണല്ലോ. കുറച്ച് കൺട്രോളിങ് ആയിട്ടുള്ള പാരൻസ് ആയതുകൊണ്ട് തന്നെ ഒരു അൺലിമിറ്റഡ് ഫ്രീഡത്തിന് വേണ്ടി ചെറുപ്പത്തിലെ ആഗ്രഹിച്ച ഒരു പിഞ്ച് മനസ്സാണ് എൻ്റേത്. അപ്പോൾ ഇടക്കാലത്ത് ഒരു ഫ്രീഡം കിട്ടിയപ്പോൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് പോലും അറിയാതെ
ആകെ മൊത്തം കൊളായിപ്പോയ ഒരു ലൈഫ് കൂടിയാണ് എൻ്റേത്. പക്ഷേ യെസ്, ഞാൻ തിരിച്ചു പിടിച്ചു. കാരണം നമ്മളൊരു ജീവിതമല്ലേ ഉള്ളൂ. നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയാൽ തിരിച്ചു പിടിക്കേണ്ട. സാധനം ഇട്ട് കഴിഞ്ഞപ്പോൾ മുഖമൊന്നും ഇത്തിരി ബ്രൈറ്റ് ആയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ക്യാമറയിൽ എത്രമാത്രം തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നല്ലപോലെ ബ്രൈറ്റായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് കുറേ സമയം എൻ്റെ കാല് പിടിച്ച് ഇതാക്കുന്നു കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് മൈ പൂച്ച. ഞാൻ വളർത്തുന്ന പൂച്ചയാണെങ്കിൽ എന്നോട് യാതൊരു സ്നേഹവുമില്ല. ഹായ് പറ. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് ഒരുപാട് പൂച്ചകളുമായി ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റുന്നത് എന്ന്. ഇത് കുറേയൊന്നും എൻ്റെ അല്ല, എൻ്റെ റൂംമേറ്റിൻ്റെയും കൂടിയാണ്. ഇഷ്ടമല്ല എന്നെ താഴെ ഇറക്കാൻ പറയുന്നു. ചാട്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസ് ഇട്ട് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നെ ഞാൻ മൃഗങ്ങളെ ഉപദ്രവിച്ച് നിങ്ങൾ പറയരുത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ, അതായത് ചത്താലും ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ, നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് എനിക്ക് ചെറുപ്പത്തിലെ ലിപ്സ്റ്റിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ വരെ ലിപ്സ്റ്റിക്ക് ഇടുമായിരുന്നു. പക്ഷെ അത് ഒറിജിനൽ ലിപ്സ്റ്റിക്ക് ആയിരുന്നില്ല. ചിലപ്പോൾ അമ്മേൻ്റെ സിന്ദൂരൊക്കെ വെച്ചിട്ടായിരിക്കും ഞാനിത് ലിപ്സിലിടുക. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്കിങ്ങനെ അണിഞ്ഞൊരുങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. നമ്മളപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട സ്ഥിതിക്ക് നമുക്ക് കുറച്ച് കോമ്പാക്ട് പൗഡർ ഇടാം. അപ്പോൾ ഈ റിലേഷൻഷിപ്സ് ഇഷ്യൂസിലൂടെ ഒക്കെ കടന്നു പോയ ഒരാളാണ്. നോർമലി എല്ലാവരുടെ ലൈഫിലുണ്ടാവും, പക്ഷെ ഞാനൊരു പ്രേമരോഗി ആയതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ കുറേ റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യെസ്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച അടുത്ത ചൂടുവെള്ളം കാണുമ്പോൾ വീഴില്ല എന്ന് പറയുന്ന തെറ്റാണ്. കാരണം ഒരു ചെറുക്കൻ്റെ അടുത്ത് പഠിച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും അടുത്ത ചെറുക്കന് ഒരവസരം കൊടുത്തുകൊണ്ടേയിരുന്നു. കണ്ണ് എഴുതണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഈ എഴുതി കളയാല്ലേ, എന്തായാലും അണിഞ്ഞൊരുങ്ങാൻ പോവല്ലേ. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചു ഈ സിൻഡ്രല്ല കഥ പോലെ ഏതെങ്കിലും ഒരു ചെറുക്കൻ എന്നെ രക്ഷിക്കാനൊക്കെ വരുന്നു. അതായത് ഒരു ഏഞ്ചലിൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടില്ലേ, അതുപോലെ വരും ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരു ഊളയും വന്നില്ല. എല്ലാ ഊളകൾക്കും ഞാൻ ചാൻസ് കൊടുത്തിട്ടും ഒരു ഊള പോലും വന്നില്ല. അതാണ് സത്യം. അതായത് വന്നു, പക്ഷേ ദേ വെർ നോട്ട് മൈ ടൈപ്പ്. അതുകൊണ്ട് എല്ലാവരും പോയി, ഞാൻ ഒഴിവാക്കി വിട്ടു. ചിലതൊക്കെ സ്വന്തം ഇഷ്ടത്തിന് പോയി. ഇതാണ് ഈ ഐലൈനർ ഇട്ടാനുള്ള കഷ്ടം. ചെറുക്കന്മാരെ പോലെ തന്നെയാണ്, നമ്മളൊരു അവസരം കൊടുത്ത്, അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട് ഇടുന്നു, അത് നമ്മളെ സൗന്ദര്യം നശിപ്പിക്കുന്നു. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം പാരമ്പര്യമായി കിട്ടിയ കുറച്ച് നല്ല മുടിയുണ്ടെന്നാണ്. അതും ഞാൻ കുറേ വെട്ടിക്കളഞ്ഞു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ റീസെൻ്റ്ലി വാങ്ങിയൊരു ക്യൂട്ട് ടോപ്പാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിരിക്കുന്നു. സോ ഇതാണ് ഞാൻ. അപ്പോൾ ഈ ചാനൽ എൻ്റെ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ലൈഫായിരിക്കും ഉണ്ടാവുക. എൻ്റെ ലൈഫ് സ്റ്റോറീസ്, 2 AM ഡിപ്രസ് സ്റ്റോറീസ്, മെൻ്റൽ ഹെൽത്ത് സ്റ്റോറീസ്, റിലേറ്റബിൾ ഗേൾ കണ്ടൻസ്, ചിലപ്പോൾ ഇതുപോലത്തെ ഊള ഗെറ്റ് റെഡി വിത്ത് മീ, എല്ലാം ഉണ്ടാവും. സോ ഇഷ്ടമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക, കുറ്റം പറയുക. ഡ്രാമ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണ്ട, ബിക്കോസ് ഞാൻ ഭയങ്കര ഡ്രാമാറ്റിക് ആണ്, യു നോ. സോ യെസ്, ബായ്. മതിയോ? ഇങ്ങനത്തെ തന്നെയാണ് യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ അറിയില്ല. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ വീഡിയോ എടുത്തിട്ടില്ല. സോ ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ.